സംസ്ഥാന പോലീസ് മേധാവിയായി ടി.പി. സെൻകുമാറിനെ നിയമിക്കണമെന്ന സുപ്രീം കോടതി വിധി വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും വിധി നടപ്പിലാക്കാത്ത സർക്കാർ നടപടി ഇനിയും വൈകിപ്പിക്കാനാണ് നീക്കം. സെൻകുമാറിനെ പോലീസ് മേധാവിയായി വീണ്ടും നിയമിക്കണമെന്ന വിധിന്യായത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന വിധി ഏതൊക്കെ തരത്തിലുള്ള നിയമനങ്ങളെ ബാധിക്കുമെന്നാണ് സർക്കാരിന് അറിയേണ്ടത്. ഇക്കാര്യത്തിൽ വ്യക്തത വരാതെ വിധി നടപ്പിലാക്കിയാൽ അത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും സർക്കാർ കരുതുന്നു. പ്രത്യേകിച്ചും ടി.പി. സെൻകുമാർ സുപ്രീം കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്ത സാഹചര്യത്തിൽ ഈ അവസരത്തിലാണ് വിധിയിൽ വ്യക്തത വരുത്താൻ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. വിധി നടപ്പിലാക്കുന്ന കാര്യത്തിൽ അടുത്ത മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കാനായിരുന്നു ഇന്നലെ വൈകിട്ട് വരെ ഉണ്ടായിരുന്ന ധാരണ. അതാണ് മാറിമറിഞ്ഞത്. ഫലത്തിൽ കോടതിയലക്ഷ്യ കേസ് പരാമർശിക്കുന്നതിൽ നിന്ന് പിന്മാറിയ സെൻകുമാർ വിധി നടപ്പിലാക്കി കിട്ടുന്നതിന് കാത്തിരിക്കേണ്ടി വരും. കോടതിയലക്ഷ്യ കേസിൽ നിന്ന് പിന്മാറാൻ സെൻകുമാറിന് മേൽ രാഷ്ട്രീയ തലത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.